ഇത്രയൊക്കെ വിഭവങ്ങൾ കാണിച്ചിട്ടും തൃശ്ശൂർക്കാരുടെ പോർക്കിറച്ചി കാണിച്ചില്ലെങ്കിൽ എന്താ ഒരു കാര്യം? അപ്പം നമുക്കിന്ന് തൃശ്ശൂർക്കാരുടെ സ്റ്റൈലിൽ പോർക്കിറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിറച്ചി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ചുവന്നുള്ളി ചതച്ചതും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നമുക്ക് ഒരു കുക്കറിൽ 2-3 വിസിലടുപ്പിച്ച് അത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു തരി പോലും വെള്ളം ചേർക്കേണ്ടതില്ല. വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരുന്നതായിരിക്കും. ഇറച്ചി വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പിങ്ക് കളറാവുന്നത് വരെ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. അതിനുശേഷം 2 ഒനിയൻ അരിഞ്ഞത്, സവാള അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ ചെറുതായി ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് വീണ്ടും എടുക്കാം. നമുക്ക് മല്ലിപ്പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറി വരുന്നത് വരെ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെന്ത് വന്ന ഇറച്ചിയിൽ നന്നായി നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുള്ളത് കാണാം. അപ്പോൾ നെയ്യ് മാറ്റി കളയണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് മസാലയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗരം മസാല പൊടിയും പിന്നീട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നീട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും വേപ്പിലയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പോർക്കിറച്ചി റെഡി ആയിരിക്കുന്നു. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.